അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗതിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവീ ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യർ വിരചിച്ച ഗണേശ പഞ്ചരത്ന സ്തോത്രങ്ങളിലെ 4 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ ഇന്ന് സ്മരിക്കുന്നത്. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ശ്ലോകം 4. അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരിപൂർവനന്ദനം സുരാരിഗർവചർവണം. പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരണം ഭജേ പുരാണവാരണം. ദരിദ്രരുടെ ദുരിതങ്ങൾ നീക്കുന്നവൻ, പുരാതന ഗ്രന്ഥങ്ങളിൽ സ്തുതിക്കപ്പെടുന്നവൻ, ദേവന്മാരുടെ ശത്രുക്കളുടെ അഹങ്കാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ശിവന്റെ മൂത്ത മകൻ, പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൻ, അർജുനനെ പോലുള്ള മഹാന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൻ, ഗംഭീരമായ മതജനമൊഴുകുന്ന കവിളുകളുള്ളവൻ, ആനമുഖമുള്ള ആ ദേവനെ ഞാൻ ആരാധിക്കുന്നു. ശ്ലോകം 5. നിതാന്തകാന്തദന്തകാന്തിമന്ദകാന്തകാത്മജം അചിന്യരൂപമന്ദഹീനമന്ദരായ കൃന്ദനം. ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനം തമേകദന്തമേവ തം വിചിന്തയാമി സന്തതം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. തിളക്കമാർന്നതും മനോഹരവുമായ ദന്തങ്ങളുള്ളവൻ, ശിവന്റെ പുത്രൻ, ചിന്തയ്ക്ക് അതീതമായ രൂപമുള്ളവൻ, അന്തമില്ലാത്തവൻ, തടസ്സങ്ങൾ നീക്കുന്നവൻ, യോഗികളുടെ ഹൃദയത്തിൽ നിരന്തരം വസിക്കുന്നവൻ, ഇങ്ങനെയുള്ള ആ ഏകദന്തനെ ഞാൻ എല്ലായ്പ്പോഴും സ്മരിക്കുന്നു, ആരാധിക്കുന്നു. ശ്ലോകം 6. മഹാഗണേശ പഞ്ചരത്നമാദരേണ യോന്യഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മിരൻ ഗണേശ്വരം. അരോഗതാമദോഷതാം സുസാഹിതീം സ്വപുത്രതാം സമാഹിതായുരഷ്ടബോധ്യം അഭ്യുവൈതി സോജിരാത്. ഈ ശ്ലോകത്തിൽ കൂടി പഞ്ചരത്നം ചൊല്ലുന്ന എൻ്റെ ബലശ്രുതിയാണ് പറയുന്നത്. ദിവസവും രാവിലെ ഭക്തിയോടെ ഈ മഹാഗണേശ പഞ്ചരത്നം പാരായണം ചെയ്യുകയും ഗണേശ ഭഗവാനെ ഹൃദയത്തിൽ സ്മരിക്കുകയും ചെയ്താൽ താമസിയാതെ ആരോഗ്യം, ദോഷങ്ങളിൽ നിന്നുള്ള മോചനം, സമ്പത്ത്, അഭിവൃദ്ധി, ദീർഘായുസ് എന്നിവ ലഭിക്കും. അങ്ങനെയുള്ള ആ ഗണേശ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. ഇതോടുകൂടി ഗണേശ പഞ്ചരത്നം എന്ന ഈ സ്തോത്രം ഇവിടെ പൂർണ്ണമാവുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗണേശായ നമഃ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീഷ
ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും ഗണനായകൻ്റെ പാതാരവിന്ദങ്ങളിലും ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഗം ഗണേശായ നമഃ. ഓം ഗം ഗണപതേ നമഃ.